വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമ്മൾക്ക് ചരിത്ര വിഭാഗത്തിൽ നമ്മുടെ നദീതട സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദീതട സംസ്കാരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് പരീക്ഷാ പേപ്പറുകൾ അവലോകനം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് നമ്മളുടെ സിന്ധു നദീതട സംസ്കാരമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഈ ഹാരപ്പൻ സംസ്കാരം എന്ന് ആ ഒരു പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഉത്ഖനനം നടന്ന പ്രദേശത്തിൻ്റെ പേരാണ് ഹാരപ്പ. 1921 ഈ ഒരു പ്രദേശം ഉത്ഖനനം ചെയ്ത് കണ്ടെത്തിയ വ്യക്തിയുടെ പേര് ദയാറാം സാഹ്നി. അടുത്ത വർഷം വരുമ്പോഴത്തേക്കും രണ്ടാമതായി കണ്ടെത്തിയത് മോഹൻജദാരോ ആണ്. 1922 RD ബാനർജി ആണ് ഈ ഒരു പ്രദേശം കണ്ടെത്തിയത്. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടെത്തിയ പ്രദേശം ഏതാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടെത്തിയിട്ടുള്ള ആ നഗരം എന്ന് പറഞ്ഞതാണ് രൂപാറാണ്. 1953 YD ശർമ്മയാണ് ഈ ഒരു പ്രദേശം കണ്ടെത്തിയതും. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് നമുക്ക് ആ ഒരു പേരുകളിൽ നിന്ന് തന്നെ എങ്ങനെ ഓർത്ത് വെക്കാന്നുള്ളത് നോക്കാം. ഹാരപ്പ, ഈ ഒരു ഹായും സാഹ്നിയുടെ ഹായും ഒന്ന് ഓർത്ത് വെക്കാം. അതേപോലെ മോഹൻജദാരോയ്ക്കകത്ത് ഈ ഒരു ജായും ഓർത്ത് വെക്കാം. അതേപോലെ രൂപാറിനകത്ത് ശർമ്മ. അപ്പോൾ നിങ്ങളിത് എഴുതി പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്തു രൂപാർ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ രൂപാർ, ശർമ്മ, അതേപോലെ തന്നെ മോഹൻജദാരോ, ബാനർജി, ഹാരപ്പ, സാഹ്നി ആ ഒരു പാറ്റേണിലൊന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അല്ലാതെ ചിലപ്പോൾ ലെറ്റർ കറക്റ്റ് കിട്ടണമെന്നില്ല. ഒന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ട്രിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്